NDA പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം നേതാക്കൾ പാർലമെന്റിൽ എത്തിത്തുടങ്ങി. മൂന്നാം മോദി സർക്കാരിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രാതിനിധ്യത്തിൽ ഏകദേശ ധാരണയായി. HD കുമാരസ്വാമി അടക്കം കർണാടകയിൽ നിന്ന് 3 മന്ത്രിമാരുണ്ടാകും. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. തമിഴ്നാടിനും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കും. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് തെളിയുന്ന ചിത്രം? ഈ മന്ത്രിസഭയുടെ ഘടന എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് NDAയുടെ കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ കാണും. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ, സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരുന്നുണ്ട്. BJP ഓരോ പാർട്ടികളുമായി ചർച്ച ചെയ്യാനായിട്ട് വ്യത്യസ്ത നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരായിരിക്കും ചർച്ച നടത്തുക. ഈ ചന്ദ്രബാബു നായിഡുമായിട്ട് ചർച്ച നടത്തുന്നത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ ഈ മന്ത്രിമാർ എത്ര പേർ നൽകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അടക്കം വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതിനകം ചന്ദ്രബാബു നായിഡുവിന് നൽകിയിട്ടുണ്ട്. ഒരുമിച്ച് മുന്നോട്ട് പോകാനും വളരെ ശക്തമായിട്ടുള്ള ഒരു സർക്കാരിന് നേതൃത്വം നൽകാനും വേണ്ടിയിട്ടാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മന്ത്രിമാരുടെ പ്രാതിനിധ്യം സംബന്ധിച്ചും ഒരു ഏകദേശമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലനിന്നിരുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ നിലവിലുണ്ടായിരുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒപ്പം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള MPമാരും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ വേണം വിഭജനം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് BJP ദേശീയ നേതൃത്വം പ്രധാനമായിട്ടും അഭിമുഖീകരിച്ചത്. 3 മന്ത്രിസ്ഥാനം എന്ന വിധത്തിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒരു മന്ത്രിസ്ഥാനം HD കുമാരസ്വാമിക്കായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒക്കലിംഗ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമായിരിക്കും കുമാരസ്വാമിയിലൂടെ BJP ഉറപ്പിക്കാനായിട്ട് പോകുന്നത്. രഘുവേന്ദ്ര, ഷെട്ടാർ, ബൊമ്മെ, SR ബൊമ്മെ എന്നിങ്ങനെ ഉള്ള 3 പേർ കൂടി മന്ത്രിസഭയുടെ ഭാഗമായി ഈ ലിംഗായത്ത് വിഭാഗത്തിന്റെ അതിൽ ഒരാളെ മന്ത്രിസഭയുടെ ഭാഗമാക്കി ലിംഗായത്ത് വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ കൂടി ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഒരു സഹമന്ത്രിയെ കൂടി കർണാടകത്തിന് ലഭിച്ചേക്കും എന്ന സൂചനയും അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കും. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനം കൂടി ഉണ്ടാകും എന്ന സൂചന വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പേര് ഏതാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിഗണനയുണ്ട്. ഈ കേരളത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ മന്ത്രിസഭയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തുക എന്ന പരിഗണന ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തമിഴ്നാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകും. അണ്ണാമലയായിരിക്കും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നടക്കാനായിട്ട് പോകുന്ന ഈ പാർലമെന്ററി പാർട്ടി യോഗം. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആയിരിക്കും കക്ഷി നേതാവായിട്ട് തെരഞ്ഞെടുക്കുന്നത്. തന്റെ പുതിയ സർക്കാരിന്റെ ഘടനയെ സംബന്ധിച്ചും സർക്കാർ അനുവർത്തിക്കാൻ പോകുന്ന നയ സമീപനങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി ആ യോഗത്തിൽ വിശദീകരിക്കും. കക്ഷി നേതാക്കളും ആ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ കാണുക. ഏതായാലും പ്രധാനപ്പെട്ട ആ യോഗത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.